ചിത്ര, എന്തുകൊണ്ട് വിവാഹം കഴിക്കാൻ പാടില്ല? അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം. വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിലെ പ്രധാന വിഷയമായിട്ടൊന്നും നമുക്ക് കാണേണ്ടതൊന്നുമില്ല. വേണ്ടവർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് ചെയ്യാതിരിക്കാനുള്ളൊരു അവകാശമുണ്ട്. പക്ഷേ നമ്മളുടെ മുന്നിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ അവരെ പഠിക്കാൻ പറ്റും, എന്തുകൊണ്ട് നമ്മൾ ആ ആളെ വിവാഹം ചെയ്യാൻ പാടില്ല? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പല ആൾക്കാർക്കും പല പല സ്വഭാവങ്ങളാണല്ലോ. അപ്പൊ നമുക്ക് സ്വഭാവത്തിന് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം കുറേ സ്വഭാവങ്ങള് നല്ലതുണ്ട്, നല്ല ഒരു മനുഷ്യനാണ്. പക്ഷെ ആ ഒരു സ്വഭാവം നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മുന്നോട്ട് പോകുമ്പോൾ ആ സാധനം കൂടത്തേ ഉള്ളൂ. അതായത് കൂടും, ഈ സംഭവം കൂടും. ഇപ്പൊ എല്ലാം നന്നായിട്ട് നോക്കും, പക്ഷെ നമ്മളെ കെയർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ടുള്ള ഒരാളല്ല. അപ്പൊ നമ്മള് സ്വന്തമായി എന്നുള്ളൊരു തോന്നൽ വരുമ്പം ഇതിപ്പോ അവര് എന്റെ അല്ലേ, അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ഇതല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്താണല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഈ സാധനം കൂടത്തേ ഉള്ളൂ, കെയർ ചെയ്യാതിരിക്കല് കൂടത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുറെ നാള് കഴിയുമ്പോ നേരത്തെ ഉണ്ടായിരുന്ന കെയറും കൂടെ കിട്ടാതെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും നിനക്കിത് എന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പം നമുക്ക് കുറെ നല്ല സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഒരു സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നോ പറയുക എന്നുള്ളത് തന്നെയാണ് പറയുക. കാരണം എല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ല, നമുക്ക് എല്ലാം തികഞ്ഞൊരു മനുഷ്യനെ ഒന്നും കൊണ്ട തരില്ല ആരും. പക്ഷെ എന്നിരുന്നാലും ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ള പോലെ ജീവിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെ ഒരാൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാനമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, സമാധാനം. അല്ലെങ്കിൽ ഒരു വിശേഷം ദിവസങ്ങളാണെങ്കിലും നമുക്കൊരു ദിവസം സമാധാനമായി തള്ളി നീക്കാന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടതാണ്. ആ ഒരു പീസ്ഫുൾ, ആ സമാധാനം നിങ്ങൾക്ക് ആ ബന്ധത്തിൽ കിട്ടുന്നുണ്ടോ? ഒരാളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അവരോടൊപ്പം സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് ആണോ? ആ ഒരു വ്യക്തിയോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനമായി ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഇനിയിപ്പോ ആകാശം ഇടിഞ്ഞ് വീഴുന്ന പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതോ നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആള് നമ്മുടെ ഒരു ചെറിയ പ്രശ്നം കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ നീ ഇങ്ങനെയാണ്, നിന്റെ അതാണ്, അത്തരത്തിലുള്ളൊരു ആളാണോ? ഇതേപോലെ നമുക്ക് സ്വന്തമായിട്ട് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ടോ? എന്നുവെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ട് ഓൺ ടൈം കിട്ടുന്നുണ്ടോ? അത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരാൾക്ക് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നല്ലോ, ഫുൾ ടൈം അവരുടെ ഒപ്പം മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓൺ ടൈം കിട്ടുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ അതിൽ വാല്യൂ ചെയ്യുന്നുണ്ടോ? അത് ഒരു പ്രധാന ഘടകമാണ്. അത് മ്യൂച്വലി രണ്ട് ഇൻഡിവിജ്വൽസ് എന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. ചിത്രയുടെ ഇഷ്ടങ്ങളെ ഞാൻ മാനിക്കുന്നത് പോലെ ചിത്ര എൻ്റെ ഇഷ്ടങ്ങളെയും മാനിക്കുന്നുണ്ടോ? അതൊരു ബന്ധത്തിൽ പ്രധാന ഘടകമായിട്ട് വരും. അതേപോലെ തന്നെ കെയർ എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും കൊണ്ട് കെയർ കൊടുക്കുന്ന ഒരു കാര്യമല്ല. ഇന്നൊരു വ്യക്തി, ഐ ജസ്റ്റ് കെയർ ദാറ്റ് പേഴ്സൺ, അത്രേ ഉള്ളൂ. ആ ഒരു കെയർ പോലും ഇല്ലാതെ നിനക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വിഷയവുമില്ല, അങ്ങനത്തെ ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളാണോ നിങ്ങളുടെ പാർട്ട്ണർ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അയാൾ നിങ്ങളെ ഇട്ടിട്ട് പോകും. അത് ഉറപ്പായിട്ടൊരു കാര്യമാണ്. അല്ലെങ്കിൽ അതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നമ്മളെ ഒരു ട്രോമയിലേക്ക് കൊണ്ടിട്ടിട്ടായിരിക്കും അവർ ഇട്ടിട്ട് പോകുന്നത്. അതിൽ അവർക്ക് യാതൊരുവിധ വിഷമങ്ങളോ സങ്കടങ്ങളോ ഇമോഷണൽ സാധനങ്ങളോ വർക്കൗട്ട് ആവത്തില്ല. അതേപോലെ തന്നെ ഒരു വിവാഹത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് മെന്റൽ സ്റ്റെബിലിറ്റിയോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് അയാൾക്കുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കല്യാണം കഴിക്കാൻ പോകരുത്. അത് പ്രധാനമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ വേണമെങ്കിൽ നമുക്ക് അവരോട് അഭിപ്രായം ചോദിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, അതിൽ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് കിട്ടും എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് വിഷയമില്ല. പക്ഷെ എനിക്ക് ആ കാര്യം ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് എനിക്ക് അവിടെ വേണം. അതുകൊണ്ട് ഞാൻ കൺവീൻസ് ചെയ്യേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കുറച്ചുകൂടി ഫിനാൻസ് ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ജഡ്ജ്മെന്റുകൾ ഇല്ലാതെ സഹായിക്കാൻ, അല്ലെങ്കിൽ അത് എൻ്റെ കൂടെ ആണെന്ന് കരുതുന്ന അത്തരം ഒരാളായിരിക്കണം. പിന്നെ നമുക്ക് പേഴ്സണലി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. എനിക്ക് ഇപ്പോൾ ചില വീടുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അദ്ദേഹത്തിനോട് ചോദിക്കട്ടെ, അച്ഛൻ വന്നിട്ട് മേടിക്കാം, അച്ഛനോട് ചോദിച്ചിട്ട് നമുക്കത് വാങ്ങാം. അത് ഈ ഭീകരമായിട്ടുള്ള സാധനങ്ങളൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു ബർത്ത്ഡേക്ക് ഒരു കേക്ക് ആയിരിക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും
നമ്മുടെ അടുത്ത് നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണം, ഒന്ന് പാർക്കിൽ പോകണം. അത് രണ്ട് തരത്തിലുണ്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങള്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ അത് നമ്മൾ ചോദിക്കുന്നത് നമുക്കിത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല. നമ്മൾ അവരുടെ ഒരു കൺസെന്റും കൂടി ചോദിക്കുമ്പോൾ അവർക്കും നമ്മളൊരു പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ അത് ആ ഒരു ഓപ്ഷനിൽ പറഞ്ഞ സാധനമാണ്. നമുക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ എന്ന നിലപാടുള്ളവരെ നമ്മൾ വിവാഹം കഴിക്കരുത്. ആൾക്കാര് എനിക്ക് തോന്നിയാൽ പറയാം, പറയാതെ ഇരിക്കാം, ആ ഒരു സാധനമായിരിക്കണം. ചില സമയത്ത് ഇപ്പൊ ചിത്രയ്ക്ക് വളരെ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചിത്ര കാർ എടുത്ത് പുറത്തു പോവാണ്. ആ സമയത്ത് അയ്യോ നീ എന്നോട് പറയാതെ പോയല്ലോ, അപ്പൊ ഞാനത് ഓക്കെ ചിത്ര വളരെ സ്ട്രെസ് ആയിട്ട് എന്തോ ഒരു കാര്യമാണ് അങ്ങനെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം. അല്ലാതെ അടുത്ത പ്രശ്നം നീ തോന്നിവാസിയാണ്, നീ അഹങ്കാരിയാണ്, അങ്ങനെ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആളായിരിക്കരുത്. അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെങ്കിൽ അപ്പോഴേ സ്കിപ്പ് ചെയ്ത് പോവുക. അതിലും ബെറ്റർ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതായിരിക്കും. കാരണം ആ സമയത്ത് നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളെ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല. നമ്മളെ ചിലപ്പോൾ ആ സ്ട്രെസ് റിലീഫ് ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പൊ വീണ്ടും നമ്മുടെ തലയിലേക്ക് എന്താ ഈ സ്ട്രെസ് തന്നെ ആയിരിക്കും വരുന്നത്. പണ്ട് കേട്ടിട്ടില്ലേ ഒരുപാട് ഫാമിലി ലൈഫിൽ ഇവിടെ നിന്ന് പോയാലാണ് എനിക്കൊന്ന് സ്വസ്ഥത കിട്ടുക. കാരണം നമുക്ക് തലയിലുള്ള സ്ട്രെസ്സിന്റെ എക്സ്ട്രാ ഓർഡിനറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ആ മനസ്സിലാക്കാന്നുള്ളൊരു ഫാക്ടർ അവിടെ ഉണ്ടാവില്ല. അതാണ് ഈ ബോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഒരു റെസ്പെക്ട് കൊടുക്കുക കിട്ടുക എന്നുള്ളൊരു ഫാക്ടർ വരുന്നത്. അതോടൊപ്പം തന്നെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു മുൻവിധി നമുക്ക് വേണം. പിന്നെ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് അപ്പുറത്ത് നിൽക്കുന്ന പാർട്ട്ണർ അയാളുടെ ഞാൻ അവരെ ഡിപ്പെൻഡ് ആയി പോകാതിരിക്കുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് വേണം. ചിലപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ഫാമിലി ഡിപ്പെൻഡ് ആയിരിക്കും. ഇപ്പോൾ അച്ഛനും അമ്മയും ഡിപ്പെൻഡ് ആയിട്ട് ജീവിച്ച ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണമെന്നൊക്കെ പറയുന്ന ആൾക്കാരെ കേട്ടിട്ടില്ലേ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ തന്നെ കുറച്ച് ആ ഒരു സ്ട്രെങ്ത് കൂടെ ഉള്ള, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ പ്രിപ്പയർ ചെയ്തിരിക്കണം. അത് ചിലപ്പോൾ ഒരുപാട് ലൈഫൊക്കെ കണ്ട് കുറെ മനുഷ്യരൊക്കെ പരിചയപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുക. നമ്മളെ പിന്നീട് പ്രധാനമായിട്ടൊരു കാര്യമാണ് ഗ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ശ്രദ്ധിക്കുക. ചിലരൊക്കെ കരിയറൊക്കെ അവസാന ചോദ്യമൊക്കെ കേട്ടിട്ടില്ലേ. ചിലർ ലൈഫിലേക്ക് വന്നതിന് ശേഷം അവർക്ക് പോലും അറിയത്തില്ല എന്താണ് സംഭവിച്ചെന്നുള്ളത്. അവിടെ പിടിച്ചുകെട്ടലോ അല്ലെങ്കിൽ തളച്ചിടലോ ഒന്നുമല്ല, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഇപ്പൊ ഇല്ല. അങ്ങനത്തെ ഒരു കാര്യം ആവരുത്. ഒരാള് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഗ്രോ ചെയ്യണം. എപ്പോഴും നമ്മളുടെ നിന്നിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മുരടിച്ചു പോകാനോ അല്ലെങ്കിൽ അതിൽ താഴേക്കാണോ നിങ്ങൾ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. അതിനകത്തിൽ ചിലപ്പോൾ നിങ്ങളെ കെയർ ചെയ്താലും ബാക്കി എല്ലാ കാര്യങ്ങളും, എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ മുമ്പിൽ കാണും, ഒരു പ്രശ്നവും കാണത്തില്ല. അയാൾ ചിലപ്പോൾ നമ്മളോടൊപ്പം തന്നെ ആയിരിക്കും, മറ്റു അഫെയറുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഗ്രോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഒരു 40+ ഒക്കെ ആൾക്കാർ, 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ അത്യാവശ്യം ഈ ഫെയിമിലേക്കും റീച്ചിലേക്കൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എനിക്ക് ഒരു ഓപ്ഷനോട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ വിവാഹം കഴിക്കില്ലായിരുന്നു. അത് പറയാനുള്ള കാരണമേ അതാണ്. കാരണം അവരുടെ ഗ്രോ അവിടെ നിന്നുപോയി ഒരുപാട്. അത് ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഈ കുടുംബം, കുട്ടികൾ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരുന്നതിന്റെ തിരക്ക് കൊണ്ടാണ്. അങ്ങനെയൊന്നുമല്ല. നമുക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും ഗ്രോ ചെയ്യാൻ പറ്റും. അത് നല്ല ബെറ്റർ ആയിട്ടൊരു പാർട്ണർ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അതൊരു പോസിബിൾ ആവത്തുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ റെസ്പോൺസിബിലിറ്റിയുടെയും പേര് പറഞ്ഞ് നമ്മളെ കെട്ടിയിടുന്ന അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല. അതെ, മുരടിച്ചു പോകും. ഒരു സെൽഫ് നമുക്ക് നമ്മളോടൊരു അഭിമാനം തോന്നുന്നൊരവസ്ഥയില്ലേ. ചിലപ്പോൾ അത് പണ്ട് തോന്നിയിരിക്കാം, അത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു അവസ്ഥ വിവാഹം കൊണ്ടുണ്ടാവുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ചിലതൊക്കെ ആഗ്രഹങ്ങളായിരിക്കാം, സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുന്ന ആളായിരിക്കണം. അല്ലാതെ സ്വപ്നങ്ങൾ മറ്റേ ചിറക് മുറിച്ച് കളയുന്ന, നമ്മളൊരു ഡ്രീം പറയുന്ന സമയത്ത് നിന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല, നിനക്ക് അത്രയൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരില്ലേ. അങ്ങനത്തെ പാർട്ട്നേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ അവരെ സ്കിപ്പ് ചെയ്തേക്കുക. കാരണം അവർ നമ്മൾ എന്ത് ഡ്രീം പറഞ്ഞിട്ടുണ്ടെങ്കിലും, എന്ത് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അവര് ഡിസ്കറേജ് ചെയ്യാനേ പോകുന്നുള്ളൂ, നമ്മളെ ജഡ്ജ് ചെയ്യും. ചില കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം പറയുന്നത്, അത് നിങ്ങൾ തന്നെ കേട്ട് തീരുമാനിക്കുക. അതെ, അത് നേരത്തെ ചിത്ര പറഞ്ഞല്ലോ, നമ്മൾ ഒപ്പീനിയൻ ചോദിക്കുന്നത് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളപ്പോഴാണല്ലോ ചില ഒപ്പീനിയൻസ് ചോദിക്കുന്നത്. പിന്നെ ചിലത് നമ്മൾ അവർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെന്നുള്ളത് രീതിക്കാണ് ഞാൻ ഇന്ന് ഇവിടെ പോവാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അത് പൊയ്ക്കോട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നതല്ല, നമ്മൾ ജസ്റ്റ് പ്രയോറിറ്റൈസ് കൊടുക്കുന്ന ഒരു സാധനമാണ് അത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ലൈഫിൽ ഒത്തു വന്നില്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന്
നല്ലതായിട്ടുള്ള ഒരു ഫാക്ടർ. ഇതൊക്കെ ശരിക്കും നമ്മൾ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല, സൈക്കോളജി പറയുന്ന കുറെ ഫാക്ടേഴ്സ് ആണിത്. എന്തുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ വിവാഹം അത്ര വേസ്റ്റ് ആയിട്ടൊരു കാര്യമൊന്നുമല്ല. നല്ല ആൾക്കാരുണ്ടെങ്കിൽ അതൊട്ടും വേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മാട്രിമോണിയിൽ ഒരു ഇത് വരുമല്ലോ, ബെറ്റർ ഹാഫ് ആയിട്ടുള്ള കറക്റ്റ് പേഴ്സണലെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചിലതൊക്കെ കിട്ടില്ല. ചിത്ര പറഞ്ഞ പോലെ എല്ലാം തികഞ്ഞ ആൾക്കാരെ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ ഒരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാലും. അത് പ്രാപ്തമാക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രാപ്തമാക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെ വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഒരു പടുകുഴിയിലേക്ക് പോകും. പടുകുഴി മാത്രമല്ല, ഒരു എൻജോയ്മെന്റ് കാണത്തില്ല, ഹാപ്പിനെസ് ഉണ്ടാവില്ല. നമ്മുടെ ചുറ്റുമുള്ള ഫാമിലി ലൈഫൊക്കെ ഹാപ്പി അല്ല എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവരുടെ ലൈഫിൽ വലിയ ഗ്രോ ഇല്ല. അവർ ഇത്തരം പല കാര്യങ്ങളിലൂടെ സർവൈവ് ചെയ്ത് പോകുന്നത് നമ്മൾ കാണുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇത് ഇത്തരം ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കാം ലൈഫ്.